അങ്ങനെ കുറേ കാലങ്ങൾക്ക് കൂടി ഞാനും അമ്മയും പിങ്കിയും മാത്രമായിട്ട് നമ്മളൊരു ഡ്രൈവിന് പോകുമായിരുന്നു. ഡ്രൈവ് എന്നൊന്നല്ല, പ്രതീക്ഷിക്കാണ്ട് ഒരു വീക്ക് ഓഫ് കിട്ടിയ സമയത്ത് ഞാൻ പിങ്കീനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് അമ്മയും ഞാനും പിങ്കിയും കൂടി പോയത് നേരെ മാമാനി കുന്നമ്പലത്തിലേക്കാണ്. അവിടെ പോയി ഈ പ്രതിമ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവിടെ പോയി കാലൊക്കെ കഴുകി, നമുക്ക് ചെരുപ്പിടാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി നടക്കാൻ. പിന്നെ അവിടെ നിന്ന് നേരെ നടയിലൊക്കെ പോയി നട കയറി പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ നാഗലിംഗ പുഷ്പവും കണ്ട് നേരെ താഴോട്ടേക്ക് ഇറങ്ങി. അവിടെ പോയപ്പോൾ ഞാനും പിങ്കി അമ്മയും നിന്നപ്പോൾ പിങ്കി പോയിട്ട് ചോറിൻ്റെ കൂപ്പാണ്ട് കിട്ടണം. ഇവരുടെ ഉദ്ദേശം പ്രസാദ സദ്യ കഴിക്കലാണ്. അമ്മയും മോളും അതിനാണ് വന്നത്. ഓരോ പ്ലാനായിരുന്നു. അതിൻ്റെ കൂടെ ഞാനും വന്നു. അപ്പോൾ ചോറും സാമ്പാറും പരിപ്പ് കറിയും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. അമ്മയും പിങ്കിയും എല്ലാം കഴിച്ചു, ഞാനും കഴിച്ചു. ഞാൻ പെട്ടെന്ന് കഴിച്ച്. എനിക്ക് പായസം വരുമ്പോഴത്തേക്ക് ഓള് ചോറിൻ്റെ അത്തപ്പൊക്കെ ഇട്ട് കളിക്കുന്നതാണ്. അവൾ തിന്നാൻ വേണ്ടി കാത്തിരുന്ന് പിന്നെ പ്ലേറ്റൊക്കെ കഴുകി അവിടുത്തെ പ്ലേറ്റും കഴുകി വൃത്തിയാക്കിയിട്ട് അത് കൊണ്ടുവെക്കാൻ നടക്കാനുള്ള ത്രാണി വരെ ഉണ്ടായില്ല. കുനിയാൻ കഴിയുന്നില്ല. കുറച്ച് ചോറേ കഴിച്ചിട്ടില്ലെങ്കിലും ഭയങ്കരമായിട്ട് വയറടായിട്ട് പിന്നെ മുകളിലേക്ക് നടന്നു വന്ന് പ്രസാദം മേടിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി.